സൂറത്തുൽ ബഖറയിലും സൂറത്തു ആല ഇമ്രാനിലും ഇസ്ലാം എന്താണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുമ്പോൾ, സൂറത്തുൽ നിസായിലൂടെയും സൂറത്തുൽ മാഇദയിലൂടെയും അതിന്റെ പരിപൂർണതയിലേക്ക്, സമ്പൂർണതയിലേക്ക് ഖുർആൻ വഴി നടത്തുമ്പോൾ, അതിനുശേഷമുള്ള സൂറത്തുകളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി പ്രബോധന രംഗത്തിറങ്ങുമ്പോൾ ആരോഗ്യകരമായി ഹെൽത്തി ആയിട്ടുള്ള സംവാദങ്ങളുടെ, ഡിബേറ്റുകളുടെ ചർച്ചയ്ക്ക് ഖുർആൻ വഴി തുറക്കുമ്പോൾ ഈ സൂറത്തുൽ അൻഫാലിലൂടെയും തൗബയിലൂടെയും ഈ സമൂഹത്തിൽ ഒരു സംഘട്ടനത്തിന്, ഒരു പോരാട്ടത്തിന് വിധേയമാകേണ്ടി വന്നാൽ എപ്രകാരമായിരിക്കണം അത് നടത്തേണ്ടത്, എപ്രകാരമാണ് ഈ വിശുദ്ധമായ പോരാട്ടം നടത്തേണ്ടത്, അതിന്റെ മുറകളെ പറ്റിയിട്ടും മറ്റുമൊക്കെയാണ് ഈ സൂറത്ത് പ്രതിപാദിക്കുന്നത്. സൂറത്തുൽ അൻഫാലിന്റെ ആദ്യ സൂക്തത്തിൽ നാം പരിശോധിക്കുമ്പോൾ, ഓതുമ്പോൾ കാണുന്ന ഒരു വ്യത്യസ്തതയുണ്ട്. മറ്റു സൂറത്തുകളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി സൂറത്തുൽ അൻഫാൽ തുടങ്ങുന്നത് യസ്അലൂനക അനിൽ അൻഫാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സമരാർജിത സ്വത്തുക്കളെപ്പറ്റി, യുദ്ധത്തിൽ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തുക്കളെ പറ്റിയിട്ട് അവർ താങ്കളോട് ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. ഈ ചോദ്യം നമുക്ക് പ്രഥമദൃഷ്ട്യാ നോക്കുമ്പോൾ എന്താണ് ഇതിന്റെ പ്രസക്തി എന്ന് തോന്നിയേക്കാം. പക്ഷേ വളരെ അർത്ഥഗർഭമായ ആശയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ തുടക്കത്തിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അഥവാ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ നാൾ വഴിയെ പരിശോധിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് മനസ്സിലാകുന്നത്, നബി തങ്ങളുടെ മക്ക കാലഘട്ടം, മക്കിയായ ജീവിതം മുഴുവൻ പ്രബോധന പ്രവർത്തനങ്ങളിൽ മാത്രമായിരുന്നു. അഥവാ നബി തങ്ങൾ മനസ്സിലാക്കിയ സത്യം ജബൽ അബീ ഖുബൈസിന്റെ പർവ്വത്തിൽ കയറി നിന്നുകൊണ്ട് സഹാബാക്കൾക്ക് പകർന്നു കൊടുത്തത് മുതൽ, നബി തങ്ങളുടെ പ്രബോധനത്തിന്റെ ആദ്യ നാൾ മുതൽ നബി തങ്ങൾ വലിയ പ്രയാസങ്ങളും അതുപോലെ ദുരിതങ്ങളും അനുഭവിച്ചതാണ്. അതിനുശേഷം പതുക്കെ പതുക്കെ ഇസ്ലാമിക സമൂഹം ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ കായിക ബലമുള്ള, ധീരമായി പറയാൻ കഴിയുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോഴും ഇസ്ലാം പതുക്കെ പതുക്കെ ശക്തിപ്പെട്ടു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിലൊന്നും തനിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങൾ അടിച്ചമർത്താനോ, തനിക്കെതിരെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ആയുധം കൊണ്ടും നേരിടുന്ന ആളുകളെ ഒരു പേനാക്കൊത്തി കൊണ്ട് പോലും നോവിക്കാനോ ഇസ്ലാമോ മുസ്ലിമീങ്ങളോ നബിതങ്ങളോ ശ്രമിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹു പറഞ്ഞത് കുഫു ഐദിയക്കും, കൈ അടക്കി വെക്കുക, വഅഖീമുസ്സലാ, നമസ്കാരവുമായി ബന്ധപ്പെടുക എന്നാണ്. അങ്ങനെ നീണ്ട 13 വർഷക്കാലത്തെ ജീവിത സബരി അവസാനിക്കുമ്പോൾ, നബിതങ്ങളുടെ മക്കിയായ കാലഘട്ടം അവസാനിക്കുമ്പോൾ, ആ മക്കിയായ കാലഘട്ടത്തിൽ അവിടുത്തെ ജീവിതം ദുർഘടമായി, ഇനി മക്കയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന സാഹചര്യം വരുമ്പോൾ അള്ളാഹു മറ്റൊരിടത്ത് അതിന്റെ പരിസര പ്രദേശത്ത് നബിതങ്ങൾക്ക് താവളവും അതുപോലെ തന്നെ അവസരവും ഒരുക്കുകയാണ്. മദീനത്ത് നിന്ന് വന്ന അൻസാരികളായ സഹാബാക്കൾ നബിതങ്ങളെ മദീനത്തേക്ക് സ്വാഗതം ചെയ്യുകയും കേവലം ഒരു അഭയാർത്ഥി എന്നതിനപ്പുറം തനിക്ക് എല്ലാം നൽകിക്കൊണ്ട് നബിതങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയായത്. അങ്ങനെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ ഉപദ്രവം സഹിക്കവയ്യാതെ മദീനയിലേക്ക് ഹിജ്റ ചെയ്യുകയാണ്. മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് അവിടെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നാട്ടിലെ പൗരപ്രധാനികളുമായി നേരിട്ട് കാണുകയും അവരോട് നല്ലൊരു അലയൻസ്, ഒരു സഹകരണ മനോഭാവത്തോടുകൂടി ഈ നാട് ഒരു നേതൃത്വത്തിന് കീഴിൽ മുമ്പോട്ട് പോകുമെന്ന തരത്തിൽ അങ്ങനെ നബിതങ്ങൾ ഒരു മദീനത്തുർ റസൂൽ, നബിതങ്ങളുടെ പട്ടണം, ദീനിന്റെ പട്ടണം അവിടെ സ്ഥാപിക്കുകയാണ്. അവിടെ 2 വർഷക്കാലം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ മദീനത്ത് പോയ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വെറുതെ വിടാതെ മക്ക മുശ്രിക്കീങ്ങൾ പിന്നെയും പിന്തുടരുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മദീന 2 തരത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് തങ്ങളുടെ പരിസര പ്രദേശത്ത് തങ്ങൾ ശത്രുക്കളായി കണക്കാക്കുന്ന ഒരു വിഭാഗം പ്രബലരായിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രയാസം, മറുഭാഗത്ത് രണ്ടാമതായി യമനിൽ നിന്നും ഷാമിലേക്കുള്ള അവരുടെ കച്ചവട യാത്രകൾക്കിടയിൽ ഈ മദീനത്തെ ഒരു ഭാഗത്തുകൂടി അവർക്ക് സഞ്ചരിക്കേണ്ടി വരും. ആ സഞ്ചാരമധ്യേ തങ്ങൾക്ക് എന്തെങ്കിലും അപായം സംഭവിച്ചേക്കുമോ എന്ന ഭയവും ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഭയ ആശങ്കകൾക്കിടയിലും നബിതങ്ങളെ കുത്തിനോവിക്കാനും ആക്രമിക്കാനുള്ള ഒരവസരവും അവർ പാഴാക്കാറില്ല. അങ്ങനെ നബിതങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മക്കയിൽ നിന്നും അവരുടെ യാത്ര തുടങ്ങി അങ്ങനെ ഷാമിലേക്ക് പോയിട്ട് തിരിച്ച് അവരുടെ കച്ചവടത്തിന്റെ ലാഭങ്ങളുമായി മദീനയുടെ പരിസര പ്രദേശത്തുകൂടി പോകുന്നു എന്ന് നബിതങ്ങൾക്ക് വിവരം കിട്ടിയത്. ഇവിടെ അപായത്തിന് സാധ്യതയുള്ള ആ സ്ഥലമെത്തുമ്പോഴേക്ക് അബൂ സുഫിയാൻ ആ അപകടം നേരത്തെ മണത്തറിഞ്ഞ് മക്കയിലേക്കൊരു വ്യക്തിയെ അയക്കുകയാണ്. ആ വ്യക്തി മക്കയിൽ പോയിട്ട് ഖദ് അറദ ലി അംവാലികും മുഹമ്മദ്, നിങ്ങളുടെ സമ്പത്തിന്, നിങ്ങളുടെ വാണിജ്യ മേഖലകൾക്ക് കൂച്ചുവിലങ്ങിടാൻ വേണ്ടി മുഹമ്മദും അവിടുത്തെ ആ
കൂട്ടത്തിലുള്ളവരും പരിശ്രമിക്കുകയാണ് എന്ന് പറയുകയും അങ്ങനെ മക്കക്കാരെ ഇളക്കി വിടുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ഈ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സൂറത്തുൽ അൻഫാൽ അവതരിക്കുന്നത്. അപ്പോൾ ഈ സംഭവങ്ങൾ മുമ്പിൽ വെച്ച് വേണം ഈ സൂറത്തിനെ നാം വിലയിരുത്താൻ. അപ്പോൾ അവിടെ ഒരു യുദ്ധത്തിന്റെ സാധ്യത യഥാർത്ഥത്തിൽ മക്ക മുശ്രിക്കീങ്ങളും കുഫാറുമാണ് ഉയർത്തുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പോയി യുദ്ധം ചെയ്തതല്ല. ആ യുദ്ധം ബദർ യുദ്ധത്തിന് ശേഷം, ആ ഇസ്ലാമിലെ പ്രഥമമായ പോരാട്ടത്തിന് ശേഷം അതിന്റെ നിജസ്ഥിതികളെ, അവസ്ഥകളെ നിരൂപിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അൻഫാൽ. അതുകൊണ്ട് തന്നെ സൂറത്തുൽ അൻഫാലിന്റെ മറ്റൊരു പേരാണ് സൂറത്തു ബദർ അല്ലെങ്കിൽ സൂറത്ത് ഗസ്വത്തി ബദർ.